സദൃശവാക്യങ്ങൾ 29:15. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. അമ്മമാരെ, നിങ്ങളിത് ശ്രദ്ധിക്കുമോ? നിങ്ങളിത് ശ്രദ്ധിക്കണം. അമ്മമാരോട് എനിക്ക് ഒത്തിരി സ്നേഹവും ബഹുമാനവും ഉണ്ട്. നമുക്കത് ഒരു പരിധി കൂടുതൽ കാണിക്കാനൊന്നും അറിയത്തില്ല, പക്ഷേ ഉണ്ട്. കാരണം എൻ്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എനിക്കതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഓർമ്മകളുണ്ട്. APJ അബ്ദുൽ കലാം ഭക്ഷണം കഴിക്കുമ്പോൾ ചൂടുള്ള ചപ്പാത്തി അമ്മ ചുട്ടുകൊണ്ടെന്ന് ഇട്ടുകൊടുക്കും. 3 എണ്ണം ഒരു ദിവസം കഴിച്ചു. അന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ ചേട്ടൻ ചെവിക്ക് പിടിച്ചു. നീ അമ്മയ്ക്കുണ്ടോ എന്ന് നോക്കിയോ? ഞങ്ങളൊക്കെ ഈ 2 എണ്ണേ കഴിച്ചുള്ളൂ. അബ്ദുൽ കലാം ഒത്തിരി കരഞ്ഞു. പിന്നെ എല്ലാ ദിവസവും അമ്മ കൊണ്ട വെക്കുന്നതിൽ കുറെ ബാക്കി വയ്ക്കുമായിരുന്നു. തന്നോട് ആരോ ചോദിച്ചു, ഏതൊരു മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് താങ്കൾ പറയാറുണ്ടല്ലോ, എങ്കിൽ താങ്കളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടോ? നിങ്ങൾ വിവാഹിതനല്ലല്ലോ. മറുപടി, എൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുണ്ട്, അതെൻ്റെ അമ്മയാണ്. അമ്മമാരെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ വേദനയും നിങ്ങളുടെ കഷ്ടപ്പാടും ആരും കണ്ടില്ലെങ്കിലും നിങ്ങളാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. നിങ്ങളാണ് ഈ ലോകത്തിന് ജീവൻ കൊടുക്കുന്നത്. നിങ്ങളാണ് ഈ ലോകത്ത് പുഞ്ചിരി ഉണ്ടാക്കുന്നത്. നിങ്ങളാണ് ഈ ലോകത്തിന് സന്തോഷം കൊടുക്കുന്നത്. ഒരു കുട്ടി ഇങ്ങോട്ട് ജനിക്കുമ്പോൾ എന്തൊരു ആനന്ദമായി ഈ ഭൂമിയിൽ. എത്ര പേരാ കുഞ്ഞിനെ കാണാൻ നിൽക്കുന്നത്. തീരെ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങൾ നല്ല സുന്ദരിമാരായിട്ടല്ലേ ജനിക്കുന്നത്, സുന്ദരന്മാരായിട്ടല്ലേ ജനിക്കുന്നത്. പൈസ കുറവുള്ളതുകൊണ്ട് പിന്നെ അവർക്ക് വില കൂടി ഉടുപ്പൊന്നും ഇടാൻ പറ്റുന്നില്ലെന്നല്ലേ ഉള്ളൂ. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യ കുഞ്ഞിനെ 9 മാസം ചുമന്ന വേദനയോടെ ബ്ലഡൊക്കെ ഒഴുക്കി ഇങ്ങോട്ട് പ്രസവിച്ച് തരുന്ന ആ അമ്മ, അവരല്ലേ ഈ ലോകത്തെ നിലനിർത്തുന്നത്. 1000 പുരുഷന്മാർ കൂടിയാൽ അതൊരു വീടാകത്തില്ല. ഒരു സ്ത്രീ ഉണ്ടെങ്കിലേ അത് വീടാകുന്നു. ആ സ്ത്രീ ഒരമ്മയായാലേ അത് വീടാകത്തുള്ളൂ. മോഡേൺ സ്ത്രീകളെ, നിങ്ങൾ സ്ത്രീകളാണോ? വലിയ ഗമേല പറയുന്ന 40 വയസ്സായിട്ട് ഞാൻ കല്യാണം കഴിച്ചില്ല. എന്നാ കഴിക്കാഞ്ഞ്? എനിക്ക് പറ്റിയ ഒരാളെ കിട്ടിയില്ല. എനിക്ക് കുറെ ഡിമാൻഡുകളുണ്ട്. കഷ്ടം. ഇതൊക്കെ പറഞ്ഞാൽ ഇനി നമ്മളെ ഉപദ്രവിക്കും. പക്ഷെ സത്യം പറയുക, നിങ്ങൾക്ക് സ്ത്രീത്വം എന്തെന്ന് അറിയില്ല. നിങ്ങൾ ഈ ടെലിവിഷൻ ചാനലിൽ വന്ന് ഒത്തിരി വർത്താനം ഇങ്ങനെ നീട്ടി പറയുന്നതാണ് സ്ത്രീത്വം എന്നൊന്നും ധരിക്കരുത്. നിങ്ങളിവിടെ ജനിക്കാൻ കാരണം നിങ്ങളുടെ അമ്മ ആണല്ലോ. നിങ്ങൾക്കും ഇല്ലേ ഒരു ദൗത്യം? നിങ്ങൾ ഈ ഷോ കാണിക്കുന്നതാണോ ദൗത്യം? വിവാഹമോചനങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ആരാ? സ്ത്രീകളെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുമോ? ഈ വാക്യം എന്താ പറയുന്നേ? വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിടുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. എന്താ അമ്മയുടെ പേര് പറഞ്ഞത്? അവിടെയാണ് കാര്യം. പിള്ളേരെ വളർത്തുന്ന അമ്മമാരാണ്, ഒരു സംശയവും വേണ്ട. ചുരുക്കം ചിലരൊക്കെ ഉണ്ട്, അമ്മയില്ലാത്തതും ഒക്കെ ഉണ്ട്. ഞാനത് കൈകൂപ്പി സമ്മതിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വിവാദത്തിൽ വന്നിരിക്കുന്ന ഒരു KSRTC ഡ്രൈവർ ഉണ്ടല്ലോ, ആ പാവം പറയുന്നത് അതിൻ്റെ കുഞ്ഞിനെ അത് തന്നെയാണ് വളർത്തുന്ന, ഭാര്യയില്ലെന്ന്. അതൊക്കെ സങ്കടകരമായ കാര്യമല്ലേ? ഒരു പുരുഷൻ തന്നെ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത്. പൊതുവെ മക്കളെ വളർത്തുന്ന അമ്മമാരാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേര്.
അവരുടെ ഒരു കാര്യവും എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല. സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്, ആ കുട്ടിക്കാലത്ത് കൊണ്ടുവരുന്നത്, അത് കഴിഞ്ഞ് വളർന്നപ്പോൾ പേരൻസ് മീറ്റിങ്, എന്ത് വേണ്ട. അന്നും ഇന്നും പിള്ളേരുടെ അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, മിക്കവാറും യാത്രയിലാണ്. എൻ്റെ വൈഫ് അത് അങ്ങനെ അനുവദിച്ചതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ മക്കളെ അച്ചടക്കത്തിൽ വളർത്താൻ അമ്മമാർ ജാഗ്രത പാലിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് അവൻ ഒഴുക്കും. നിങ്ങളെ അവൻ കരയിപ്പിക്കും. അതാ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ അവൻ കരയിപ്പിക്കും. അതുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, സഹോദരിമാരെ, നിങ്ങൾ അമ്മമാരാകണം, നിങ്ങൾ നല്ല അമ്മമാരാകണം, നല്ല മക്കൾ സമൂഹത്തിനുണ്ടാകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.